ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സാന്റയിൽ വന്നാൽ നല്ലൊരു കരോളാണ് വേണ്ടത് അല്ലെ? അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കരോൾ റെഡി അല്ലേ സാന്റ? ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി. നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ഉണ്ടാവൂലോ, അവരുടെ വീട്ടിൽ പപ്പാഞ്ഞിട്ട് പോകും. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛന് മനസ്സിലാവൂല, ഉണ്ണി പറഞ്ഞല്ലോ ഹാപ്പി ക്രിസ്മസ്. പപ്പാഞ്ഞി ഇപ്പൊ ആരെ ഇങ്ങനെ തലോടിയാലും ആർക്കൊന്നും തോന്നില്ല. വീട്ടിലെ ഏറ്റവും പഴയ സാധനം അഞ്ജലി എവിടെ നിങ്ങൾ തപ്പി എടുത്തോണ്ട് ഞങ്ങൾക്ക് തരണം. പഠിക്കാനെങ്കിലും ആവശ്യമുണ്ടോ? വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ വിജയിന്റെ കൂടെ ഉള്ളതൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തു വിജയ്ക്ക്. ഹീറോ ഇന്ന് വലിയ ഒരു ഹിറ്റ് ഉണ്ണിമുകുന്ദന് ഒരു വലിയ ആശംസ കൂടെ ഞാൻ ഈ സമയത്ത് നേരുകയാണ്. നമുക്ക് കളിക്കാൻ പോവാം. നിന്റെ പരീക്ഷ എത്തിയേ? അതോർത്ത് വേവലാതി വേണ്ടച്ചാ, അവളുടെ പഠിത്തം ടീച്ചിങ് കാർഡ് നോക്കിക്കോളൂ. മികച്ച വിദ്യാഭ്യാസം നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ടീച്ചിങ് കാർഡ്. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോ ലോകം മുഴുവൻ എല്ലാവരും ഒരു ക്രിസ്മസ് മൂഡിലാണ്. ഇന്ന് ക്രിസ്മസ് ഈവ് ആണ്. ഇന്ന് രാത്രിക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പള്ളിയിൽ പോകുന്നത് കാണാം. അങ്ങനെ എല്ലായിടത്തും ക്രിസ്മസ് സെലിബ്രേഷൻ. പിന്നെ ഇത് കഴിഞ്ഞ ഉടനെ എല്ലാവരും ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോണു. അപ്പൊ പിന്നെ നമ്മൾ മൈൽസ്റ്റോണിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യില്ലേ? അതെ, കാരണം നമ്മുടെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ അത് ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ സ്പെഷ്യൽ എപ്പിസോഡ്സിലും നമ്മുടെ മൈൽസ്റ്റോണിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അതായത് സെലിബ്രിറ്റീസ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ ഓരോ ഒക്കേഷനിലും അവൈലബിൾ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ അവൈലബിൾ ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന സെലിബ്രിറ്റീസിന്റെ അടുത്ത് നമ്മൾ കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോയി അവർക്ക് എപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഗ്രീറ്റ് ചെയ്യാറുണ്ട്, വിഷ് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിനും ഞാൻ മാത്രമല്ല, ഇപ്രാവശ്യം ക്രിസ്മസിന് എൻ്റെ കൂടെ സാന്റയും ഉണ്ട്. ഞങ്ങൾ രണ്ടും മാത്രമല്ല, മൈൽസ്റ്റോണിലൂടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മൈൽസ്റ്റോണിൽ വേറെ ആങ്കേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ അവരെല്ലാവരും അവരുടെ സമയം പോലെ എല്ലാവരും ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഡിഫറെന്റ് ആയിട്ട് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സാന്റയിൽ വന്നാൽ നല്ലൊരു കരോളാണ് വേണ്ടത് അല്ലെ? അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കരോൾ റെഡി അല്ലേ സാന്റ? ഞങ്ങൾ അങ്ങനെ ഓരോ സെലിബ്രിറ്റീസിന്റെ വീട്ടിലേക്ക് കൈ നിറയെ സമ്മാനങ്ങളായിട്ട് പോവാണ്. നമ്മുടെ മെയിൻ സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ ടീച്ചിങ് കാർഡാണ്. അപ്പൊ ടീച്ചിങ് കാർഡ് പ്രസന്റ് സംതിങ് സ്പെഷ്യൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് കരോൾ 2024 ആണ്. ഞങ്ങൾ ഇപ്പോ എഗെയിൻ ഞങ്ങൾക്ക് സർപ്രൈസ് ആണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മൾ ഏത് ഗസ്റ്റിന്റെ അടുത്താ ഏത് സെലിബ്രിറ്റിനെ കാണാൻ പോണെന്ന്. ഞങ്ങളുടെ ആരുടെ അടുത്ത് സാന്റയ്ക്ക് അറിയാമോ? ഇല്ല, ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പാട്ടും ഡാൻസും ആയിട്ട് ഇതാ കേറാൻ പോണു. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കുറെ പേര് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ഫുൾ ഫൺ ആണ്. ലെറ്റ്സ് എൻജോയ്.
കാണില്ലല്ലോ എന്ന് വിചാരിക്കരുത്. വന്നല്ലോ ഒന്നില്ലെങ്കിൽ വിഷു ആയിരിക്കണം, അല്ലെങ്കിൽ ഓണം ആയിരിക്കണം. ഇതായാലും കറക്റ്റ് ആയിട്ട് പക്ഷെ ചേച്ചി ഞങ്ങൾ എല്ലാരും കറക്റ്റ് എന്തെങ്കിലുമൊക്കെ വിശേഷത്തിന് കൈ വീശാണ്ട് കൈ നിറയെ സമ്മാനങ്ങളായിട്ട് എപ്പോഴും വരാറില്ലേ? വിഷുവിന് വന്ന് വിഷു കഴിഞ്ഞിട്ട് തന്നു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. കണി ആ വിഷു ദാരിദ്ര്യം മാറിയിട്ടില്ല ഇപ്പോഴും. ഇനിയിപ്പോ ക്രിസ്മസ്, അടുത്ത ക്രിസ്മസ് വരെ പൊളിയായിരിക്കും. അങ്ങനെ പറയല്ലേ? സൂപ്പർ ആയിട്ട് തന്നെ പോട്ടെ. അടിപൊളിയായിരിക്കട്ടെ. റാഡിസൺ ബ്ലൂ തരുന്ന നല്ലൊരു ക്രിസ്മസ് കേക്ക് ഉണ്ട് നിങ്ങൾക്ക്. ഇനിയോട്ട് കുറെ ഗിഫ്റ്റ് കിട്ടും. നമുക്കിത് കട്ട് ചെയ്തെല്ലാം കൂടി കഴിച്ചാലോ? പിന്നെന്താ, എല്ലാവർക്കും കേക്ക് കഴിക്കാലോ? കേക്ക് കഴിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ നമുക്ക് കേക്ക് കഴിക്കാൻ ഇനിയോട്ട് ഗിഫ്റ്റ് ഉണ്ട്. പോന്നോട്ടെ. ആ അതാ ചേച്ചിക്ക് ചെയ്യണം. ആ ഗിഫ്റ്റ് ഒക്കെ വേണ്ടേ? ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ വേഗം പൊക്കോ, കുഴപ്പമില്ല. കൊണ്ടുവന്ന കേക്ക് ചിരിക്കാണോ കരയാണോ? ചാടി നിക്കണ്ട പപ്പാനി. എന്താ വേണ്ടേ? അഡ്ജസ്റ്റ്മെന്റിരിക്കണ്ട. ഞങ്ങളുടെ ഈ പപ്പായൊരു കോലം കണ്ട അവസ്ഥയാണ്. പണ്ടൊക്കെ തടിച്ചു തുരുണ്ടായിരുന്ന പപ്പാനി ഇപ്പൊ മെലിഞ്ഞ ഡയറ്റ് ഭയങ്കര കോൺഷ്യസ് ആണ്. ഡയറ്റ് കോൺഷ്യസ് ആണ്. ജിമ്മിൽ പോകും. പണ്ട് ഞാൻ എന്റെ ഒരു സംഭവം പറയട്ടെ. കേക്ക് കട്ട് ചെയ്തിട്ട് അവള് കേൾക്കാണ്ടിരിക്കണ നല്ലത്. പണ്ട് ഈ ക്രിസ്മസ് കരോള് വരുമല്ലോ, അപ്പൊ ഞാനൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മളീ പോകുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടി ഉണ്ടാവൂലോ, അവരുടെ വീട്ടിൽ പപ്പാഞ്ഞിട്ട് പോകും. അപ്പൊ ഈ കുട്ടിയുടെ അച്ഛന് മനസ്സിലാവൂല. ഉണ്ണി പറഞ്ഞല്ലോ ഹാപ്പി ക്രിസ്മസ്. പപ്പാഞ്ഞി ഇപ്പൊ ആരെ ഇങ്ങനെ തലോടിയാലും ആർക്കൊന്നും തോന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഉള്ള പപ്പാഞ്ഞിയാണോ? അങ്ങനെ എത്ര പേരുടെ വീട്ടിൽ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്? കണക്കില്ല. നിന്റെ പേരുണ്ടവര് പറഞ്ഞത് ഇപ്പഴേ ആരോമൽ ഉണ്ണി പറഞ്ഞല്ലോ. ചേട്ടാ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊറേ ക്രിസ്മസ് കൂടിയല്ലോ. കഴിഞ്ഞ ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട ഒരു ക്രിസ്മസ് ഏതാ? നിന്നെ കഴിഞ്ഞ ക്രിസ്മസിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ട ക്രിസ്മസ് കൊറേ ക്രിസ്മസ് ഉണ്ടായിരുന്നല്ലോ. എന്നും അത്ഭുതമാണ് മോളെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. എപ്പോഴും നമ്മള് എക്സൈറ്റ്മെന്റ് ഇല്ല, എന്നും നമുക്ക് എക്സൈറ്റ്മെന്റ്. അതിനുവേണ്ടി ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഡിസംബർ തന്നെ നമ്മള് വെയിറ്റിംഗ് ആണ്. ആ ഒരു ദിവസം നമ്മുടെ ലൈറ്റ് ഇടുക, ഇതുപോലെ നക്ഷത്രങ്ങൾ ഇടുക, അതൊരു എല്ലാ വർഷവും നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ബില്ല് വരുമ്പോ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇലക്ട്രിസിറ്റി ബില്ല് വരാതെ കഴിയുമ്പോ അടുത്ത മാസം ഈ ക്രിസ്മസും പൊളിച്ചു. ഇപ്പാണെങ്കിൽ ഇപ്പൊ നല്ല ബില്ല് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഗവൺമെന്റ് കൂട്ടിയിട്ടുണ്ട്. ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും ക്രിസ്മസ് സമ്മാനം കൊടുക്കും. അപ്പൊ ഇതാ വേറെ ഗിഫ്റ്റ് ഉണ്ട്. ഐശ്വര്യപൂർണ്ണമായിട്ട് വാങ്ങിച്ചോളൂ. മഹാറാണിയുടെ വക ചേട്ടന് ഓണത്തിന് ഓണക്കോടി കൊണ്ടുവന്നില്ല, വിഷുവിന് വന്നു കൈനീട്ടം തന്നു. അതുകൊണ്ട് ക്രിസ്മസിന് ഇതേ കോടിയായിട്ട് വന്നിരിക്കുകയാണ്. ചേച്ചിക്ക് മഹാറാണിയുടെ വക. ഇനി മോന് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? മോൻ എന്താണെന്നറിയോ കൊടുക്കുന്നത്? ടീച്ചിങ് കാർഡാണ്. ഇപ്പൊ എന്താ ഈ പഠിപ്പൊക്കെ എവിടെ വരെയായി? ഇത് നടക്കണം, ആനിമേഷൻ കോച്ചിങ് നടക്കണോ? അപ്പൊ പോവാണോ? അവിടെ പോയി പഠിക്കാണോ? പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഓ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഷർട്ട്? സത്യം. നീ സെലക്ട് ചെയ്താണല്ലോ കറക്റ്റ് നിന്റെ ചായ. നിന്റെ ചായ ഞാനിടാ ഇങ്ങനത്തെ ഷർട്ടൊക്കെ ആർഭാട ഷർട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അപ്പൂസിന്റെ ഒരു സെലക്ഷനേ. ഇവന്ന ആളെ വന്നിട്ട് ചേട്ടാ ഷർട്ട് തരും. വിശ്വസിക്കാൻ പറ്റില്ല, ചിലപ്പോ മാറി ചെയ്യും. നന്നായിട്ടുണ്ട്, നല്ല ജെന്റിൽ ലുക്ക്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടെ മോന് വേണ്ടിട്ട് എന്തായാലും ഹെൽപ്ഫുൾ ആവും. ടീച്ചിങ് കാർഡ് ഉണ്ട് ചേച്ചി, ഞാനിപ്പോ ഗിഫ്റ്റ് കൊടുത്തില്ലേ, ആ ടീച്ചിങ് കാർഡ് ഇവർക്ക് ഓൺലൈൻ അത് തുറന്നു അവരുടെ ഗിഫ്റ്റ് ആണ്. എന്താന്ന് നോക്കിക്കോ. അടിപൊളി സൂപ്പർ. മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ശരി ശരി. ഓക്കെ, മെരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. Bye bye bye. Christmas and happy New Year. Happy Christmas. Okay. Happy Christmas. Happy Christmas.
അയ്യോ പേടിക്കണ്ട, ഇത് പപ്പാഞ്ഞ ഒന്നും ചെയ്യില്ല. പാവം ശാന്റയാണ്, പാവം ശാന്റ. കേറട്ടെ? ഹാപ്പി ക്രിസ്മസ്. റാഡിസൺ ബ്ലൂ തരുന്ന നല്ലൊരു സൂപ്പർ യമ്മി കേക്ക് ആണ്. താങ്ക് യു. എന്ത് പറയണു? എന്താണ് ക്രിസ്മസിന്റെ പരിപാടികളൊക്കെ? ഷൂട്ടിംഗ് തിരക്കാണോ? സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഡാൻസ് പ്രാക്ടീസും റിഹേഴ്സലും അത് വേറെ പരിപാടികൾ അങ്ങനെ നടക്കുന്നു. ഷൂട്ടിംഗ് വേറെ ഇവിടെ നടക്കുന്നു. അഞ്ജലിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എന്റെ വിശേഷം ഷൂട്ടിംഗ് നടക്കുന്നു. ട്രിവാൻഡ്രത്ത് മുരളിയാറിന്റെ പടത്തിന്റെ ഷൂട്ട് നടക്കായിരുന്നു. അപ്പൊ അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോവാണ് നാളെ. അതിന്റെ പാക്കിംഗ് പ്രിപ്പറേഷൻസ് ആണ് ഇവിടെ. ഞങ്ങൾ വന്ന് കയറിയത്. ഞങ്ങളോട് ആദ്യം വരുന്ന ഒരു കരോൾ ഗ്രൂപ്പ് എന്ന് പറയണത്. അതെ, നിങ്ങളെ അല്ല വരുന്നതേ ഉള്ളൂ, ഇവിടത്തെ ഒക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെയാണ് ഫസ്റ്റ് എൻട്രി. അതാണ് കുറച്ച് പേടിക്കാനുള്ള. അവള് ആദ്യം കാണുമല്ലേ? അതെ ആദ്യമായിട്ട് കാണുക. പൊതുവെ നിങ്ങൾ എന്താ ശരിക്കും ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ യൂഷ്വലി എന്താ ചെയ്യാ? വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ അതോ എപ്പോഴും ട്രാവലിംഗ് ആണോ? കറങ്ങും. ഇവിടെ മിക്കപ്പോഴും നൈറ്റ് ഡ്രൈവ് ഉള്ളതാണ്. അപ്പൊ ക്രിസ്മസ് ടൈം ഒക്കെ ഫുൾ ടൈം നൈറ്റ് നമ്മൾ പുറത്ത് തന്നെയായിരുന്നു. മൈൽസ്റ്റോന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഗിഫ്റ്റ് തരട്ടെ അവണിക്ക്. എവിടെ എന്റെ ഗിഫ്റ്റ്? എന്താന്നറിയോ? ടീച്ചിങ് കാട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ആവണിക്ക്. സ്പെഷ്യൽ ആയിട്ട് ആവണിക്ക് മാത്രം കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. ആവണി ഇത് മോൾ കുറച്ചുകൂടെ വലുതാക്കുമ്പോ മോൾക്ക് കൊടുക്കാം കേട്ടോ. ടീച്ചിങ് കാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ഇൻഡിവിജ്വൽ ഓൺലൈൻ ട്യൂട്ടേഴ്സ് ആണ് അവര്. മോൾക്ക് ട്യൂഷൻ ഉണ്ടോ ഇപ്പൊ ഓൾറെഡി? എടുക്കാറില്ല, നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയി പഠിക്കൊന്നും വേണ്ട അഞ്ജലി. ഇതാ മോള് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവര് ഓൺലൈനിലൂടെ നമുക്ക് ക്ലാസ് അവർ എടുത്തു തരും. അത് മോളുടെ ഇപ്പൊ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിട്ടുള്ളത് കൊണ്ട് മോളുടെ ടൈം കൺവീനിയൻസ് നോക്കിയിട്ട് അവര് ക്ലാസ് അറേഞ്ച് ചെയ്ത് തരും. ഫസ്റ്റ് ഇപ്പൊ ഒരു ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ടും അവർ തരും. അപ്പൊ നമ്മുടെ മൈൽ സ്റ്റോണിൽ നിന്നാണ് ഇവിടെ നിന്നുള്ള കണക്ഷൻ ത്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സ്പെഷ്യൽ റേറ്റും തരും, ഡിസ്കൗണ്ട് റേറ്റും അങ്ങനെയും തരും. ഓക്കെ, അപ്പൊ പിന്നെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഉണ്ട് ഇവർക്ക് ട്യൂഷൻ. എല്ലാം ഇൻഡിവിജ്വൽ സെഷൻസ് ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ, പിന്നെ അങ്ങനത്തെ ഇതെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ളത് കൊണ്ട് അക്കാഡമിക്കിലും ഉണ്ട് അവർ ഇതേപോലെ ക്ലാസ്സസ് ഒക്കെ. അപ്പൊ എന്തെങ്കിലും വേണമെങ്കിൽ ആവണിക്കും അവരുടെ ഫ്രണ്ട്സിനും ടീച്ചിങ് കാർഡ് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് തുറന്നു നോക്കിക്കേ. ആ ഗിഫ്റ്റ് ഇഷ്ടായോ നോക്കിക്കേ. ടീച്ചിങ് കാർഡിന്റെ നല്ല ബോക്സ്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താ അടിപൊളി. കണ്ടാ? സൂപ്പർ, ഇതാണ് ഞങ്ങളുടെ ബിസിനസ്. ഇതുപോലെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് ബൾക്കായിട്ട് നമ്മൾ ഓരോ കമ്പനികൾക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ ബിസിനസ്. ബിസിനസ്സുകാരുടെ ഇടയിലേക്ക് ഇനി നിങ്ങൾ എല്ലാവർക്കും കൂടെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങള് അഞ്ജലിക്ക് മാത്രമായിട്ട് ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാം. മോൾക്കും അഞ്ജലിക്കും. കാരണം നിങ്ങൾ മോള് മഹാരാണിയുടെ വക നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇനി ഇപ്പൊ ഇത്രയും ഞങ്ങൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തോന്നുന്നു. ഇനി അഞ്ജലിക്ക് ഒരു ടാസ്കും കൂടെ ഉണ്ട്. ഒരേ ഒരു മിനിറ്റ് ഉണ്ട് അഞ്ജലിക്ക്. ഒരൊറ്റ മിനിറ്റില് ഈ വീട്ടിലെ ഏറ്റവും പഴയ സാധനം അഞ്ജലി എവിടെ നിങ്ങൾ തപ്പി എടുത്തോണ്ട് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ കൊണ്ടുപോകും. ടാസ്ക് എടുത്താലോ? ഞങ്ങൾ ആൾക്കാരെ കൊണ്ടുപോവില്ല. അത് ബ്രാക്കറ്റിൽ ഇട്ട് പറഞ്ഞേക്കാം. ഞങ്ങൾ പഴയത് ഏറ്റവും പഴയ കളയാൻ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും തഞ്ചു ഈ വീട്ടിലെ ഏറ്റവും പഴയ സാധനം എന്താ നോക്കട്ടെ. ഒരു മിനിറ്റ് സമയം ഈ പഴയ ഇത് ഭയങ്കര ഒരുപാട് വർഷമായിരുന്നു. ഒരുപാട് വർഷമായി. എനിക്ക് വർഷം തന്നെ അറിയില്ല. വർഷമായി. അപ്പൊ എനിക്കിത് എന്തായാലും പുതിയത് വാങ്ങണം. ഇത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വക കൊണ്ട് ഷോക്കേസ് ചെയ്ത് വെച്ചോ. ഇതാണ് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ ഓഫീസിൽ നല്ല ഇത് കേട്ടോ, പൈസ വരും. എനിക്ക് എന്തായാലും ഈ സാധനം ഇരിക്കേണ്ട അടുത്ത് ചിലപ്പോ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴായിരിക്കും ഇതിന്റെ അപ്പൊ ഇങ്ങനെ ഒരുപാട് വർക്കുകൾ വരട്ടെ. അതെ, ഞങ്ങൾ ഇവിടെ ഫ്രം അഞ്ജലി എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്ത് ഞങ്ങളുടെ ഓഫീസിൽ ഇനി ഞങ്ങൾ ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവിധ വിഷസും നേരെയാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളുടെ അടുത്തേക്ക് പോവാം.
ഓക്കെ ബൈ. അത് ബൈ പറയൂ. ബൈ ബൈ. അതെ ഒന്നുമില്ല അച്ഛൻ അച്ഛനില്ല അച്ഛൻ പിടിക്കണ്ട ഒന്നുമില്ല അച്ഛൻ പിടിക്കണ്ട ഒരു മധുരക്കിനാവിൻ ലഹരിയിലെന്നോ മുടിയേറ്റു വന്നു പിറന്നു. അതിലായിരം ആശകളാൽ ഒരു പൊൻവലവീയും ഉടേലേശു നീ അതിലേ ഉടേലേശുവേ. Thank you so much. എന്താണ് ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി? ക്രിസ്മസ് ആയിട്ട് കസിൻസ് ഒക്കെ ഉണ്ട്. വീട്ടിൽ തന്നെയാണ്. പിന്നെ അസോസിയേഷന്റെ ഹലോ ഹാപ്പി ക്രിസ്മസ്. മൈക്ക് എവിടെ? മൈക്ക് എടുത്തു. മൈക്ക് വെച്ചോ. കയ്യിൽ പിടിച്ചാൽ മതിയല്ലേ? ശരി, ഇതാ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ ഹോളിഡേ നൽകുന്ന നല്ലൊരു ക്രിസ്മസ് കേക്ക്. താങ്ക് യു സോ മച്ച്. എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ക്രിസ്മസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഞാൻ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് നമുക്ക് നോക്കാം ഹോളിഡേന്റെ പ്ലം കേക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന്. വന്നോട്ടെ. സ്വന്തം വീട് ഞങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് കരോളും പാടി വരുന്നത്. അതെ, നിങ്ങൾ യൂഷ്വലി ഫ്ലാറ്റിലേക്കൊന്നും ഇങ്ങനെ കരോളായിട്ട് വരില്ലല്ലോ. താഴെ ചിലപ്പോ വന്നു പോയി എന്നല്ലാണ്ട് ഫ്ലാറ്റിലെ ഇൻമേറ്റ്സ് ഒക്കെ കൂടെ വരാറുണ്ട്. ഇവിടുത്തെ വേണോ? അങ്ങനെ ഇതുവരെ ആരും വന്നില്ലേ? പുറത്തുനിന്ന് ഇതുവരെ ആരും വന്നില്ല. ഞങ്ങളാണ് ഫസ്റ്റ്. ഞാൻ കത്തി എടുത്തിട്ട് വരാം. ഓക്കെ. അപ്പൊ അങ്ങനെ സെറ്റിലും കേക്ക് കട്ട് ചെയ്തു. ഇപ്പൊ വീട്ടിലും കേക്ക് കട്ട് ചെയ്തു. ഓക്കെ, വീട്ടിലും ഒരു ടീം വന്ന് കട്ടിപ്പിച്ചു. കേക്ക് മുറിപ്പിച്ചു. എന്നിട്ട് കഴിച്ചോളൂ. എന്നിട്ട് പറയൂ ഈ കേക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. എല്ലാരും നിങ്ങൾക്കും വേണ്ട ടേസ്റ്റ് ചെയ്യാൻ. അത് ഞങ്ങൾ എടുക്കാം. ആദ്യം മാൻസ കഴിച്ചിട്ട് പറയൂ, അഭിപ്രായം പറയൂ. ഹോളിഡേക്കാർക്ക് ഹോളിഡേ വെയിറ്റിംഗ് എന്ന ചേച്ചിയുടെ അഭിപ്രായം അറിയാം. കേക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. കേക്ക് വളരെയധികം ഇഷ്ടമുള്ള ഞാൻ കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പ്ലം കേക്ക് ഇഷ്ടാണോ? പ്ലം കേക്ക് ഇഷ്ടാണോ യൂഷ്വലി? എങ്ങനെയുണ്ട്? വെരി റിച്ച്. നിറയെ ഫ്രൂട്ട്സും ലോഡഡ് ആണിത്. ആണോ? ഇഷ്ടപ്പെട്ടു. ഓക്കേ, എല്ലാരും ട്രൈ ചെയ്യണം. എല്ലാരും ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാം. എന്റെ ഡയറ്റ് ഒക്കെ പോയി ഇനി. ശരി മാനസ, ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റേജിൽ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. അതായിരുന്നു ആ കുട്ടിക്ക് പറ്റി അന്നത്തെ അബദ്ധം. ഒരു നീല ഡ്രസ് ഒക്കെ ഇട്ടിട്ട് കോളേജിൽ അത്ര വൃത്തികെട്ട് ഡാൻസ് ചെയ്ത ഒരേ ഒരു കുട്ടി അതിതായിരുന്നു. നമുക്ക് പോവാം. ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. നിന്നെ ഓർമ്മയില്ല. ഓർമ്മയുണ്ട്. പഠിക്കാനെങ്കിലും ആവശ്യമുണ്ടോ? ഹാപ്പി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ വക ഓക്കെ. താങ്ക് യു സോ മച്ച്. എല്ലാരും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതിന് ഒരുപാട് താങ്ക് യു. മൈക്ക് തന്നുവിടാ, ഞാൻ എടുത്തു. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂതരുരാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങി മണ്ണിൻ ഗുണനന്ദനായി രാത്രി ഉണ്ണി പിറന്നു. യേശു പിറന്നു. ഉണ്ണി പിറന്നു. ഉണ്ണി യേശു പിറന്നു. ഹാപ്പി ക്രിസ്മസ്. ഹലോ, ഇതാര്? ഹാപ്പി ക്രിസ്മസ്. ഹലോ, മാലുട്ടിയുടെ വീടാണത്. ഈ മൈക്ക് ആദ്യം വെച്ചോ. മാളൂട്ടിക്ക് നമ്മളെയൊക്കെ നന്നായിട്ട് മൈക്ക് വെക്കാൻ അറിയാം. കൊടുത്തപ്പോ തന്നെ വെച്ച്. ഇത് മാളുട്ടിയുടെ വീടാണ്. എന്റെ വീടല്ല, ഫ്രണ്ട്സിന്റെ വീട്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നോ? ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നാണോ? ആ, കേക്ക് ഇഷ്ടാണോ? ആണോ? അപ്പൊ ഇതാ നല്ലൊരു ഹോളിഡേ ഹോട്ടൽ അറിയാമോ?
ആ അവര് തന്ന നല്ലൊരു ക്രിസ്മസ് കേക്ക് ആണ്. അപ്പൊ ഫ്രണ്ട്സും എല്ലാരും ചേർന്ന് കഴിക്കണം കേട്ടോ. ആ എല്ലാരും വാ. ക്രിസ്മസ് പപ്പ സാന്റ. ആ പപ്പാഞ്ഞി ചെല്ലു. ഓക്കെ കമോൺ എവരിബഡി. നമസ്കാരം. മാളൂട്ടി സുഖാണോ? ആ സുഖ. ഐലൈനറും ഒക്കെ ഇത് വെച്ചേക്കുന്നത് ആ കേക്ക് വെക്കട്ടെ അറിയിക്കാൻ. ഇതൊക്കെ ആരാ ചെയ്തേ? മമ്മ എവിടെ? എന്നിട്ട് മമ്മ എവിടെ? ആ കൺഫ്യൂഷൻ ആയി. എന്താണ് ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ക്രിസ്മസ് ഒക്കെ ആയിട്ട് എന്താ പരിപാടി? ഇവിടെ വന്നിട്ട് ആഘോഷിക്കാൻ നിൽക്കുക. പിന്നെ മാട്ടിട്ട് വേറൊരു കാര്യം അറിഞ്ഞു, വിജയുടെ കൂടെ ഒക്കെ അഭിനയിച്ചല്ലോ. ആ വിജയിന്റെ കൂടെ അഭിനയിച്ചു. വിജയ് സൂപ്പർ ആയിരുന്നു. വിജയിന് ഭയങ്കര ഇഷ്ടാണോ? നേരിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ? നേരിട്ട് സൂപ്പർ ആയിരുന്നു എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നോ? അഭിനയിച്ചു പാവാണോ? ആ പാവാ. അവളോട് ചോദിക്കാറ് എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ലേ? ഓൾറെഡി എനിക്ക് തമിഴൊന്നും അറിയില്ല. എന്നോട് ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും എന്നോടല്ല അവരോടാണ് ചോദിച്ചത്. എന്നെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓ അത് നിനക്ക് മനസ്സിലായി. നിന്നെ കുറിച്ചാ ചോദിച്ചതല്ലേ? എന്താ ചോദിച്ചേ? ഞാന് ഗിഫ്റ്റ് ഞാന് വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ വിജയിന്റെ കൂടെ ഉള്ളതൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണിച്ചു കൊടുത്തു വിജയ്ക്ക്. അപ്പൊ ഉങ്ക പൊണ്ണ് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ അത് ഫസ്റ്റ് കണ്ടപ്പോഴും പറഞ്ഞു, പിന്നെ ഈ വീഡിയോ കണ്ടപ്പോഴും പറഞ്ഞു. അപ്പൊ അവൾക്ക് ആ തമിഴ് മനസ്സിലായി. അത് പഠിച്ചെടുത്ത് അതെനിക്കൊരിക്കലും പറഞ്ഞില്ലല്ലേ? ഗിഫ്റ്റ് കൂടി കൊടുത്താലോ? പിന്നെന്താ, ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാം. അപ്പൊ എന്താ മാളൂട്ടി, വേറൊരു ഗിഫ്റ്റും കൂടിയുണ്ട്. തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. ഓക്കെ, ഞങ്ങൾ എന്നാ പോട്ടെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ, ഓൾ ദി ബെസ്റ്റ് ട്ടോ. മണ്ണിലൊരു ദൈവപുത്രൻ പിറന്നുവെന്ന് ശരി, കാണാം. ഹാപ്പി ക്രിസ്മസ്. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയിടും കാരുണ്യമായി ഗബ്രിയേലിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും നന്മയിടും കാരുണ്യമായി ഗബ്രിയേലിന്റെ മാറിലൊരാരോമൽ ഉണ്ണി പിറന്നല്ലോ. ഹലോ സാർ, ഹാപ്പി ക്രിസ്മസ്. ഫസ്റ്റ് തന്നെ ഈ മൈക്ക് വെച്ചോളൂ. ഹലോ വിനയൻ സർ, Yes. ക്രിസ്മസ്. Thank you, thank you, thank you. ഹോട്ടൽ ഹോളിഡേ ഇന്നിന്റെ വക നല്ലൊരു ക്രിസ്മസ് കേക്ക് ആണ് കേട്ടോ. ഹോട്ടൽ ഹോളിഡേ തന്നെയാ? യെസ്, അത് ശരി. ആ. നിങ്ങളുടെ അല്ല. ഹോളിഡേയിലാണ് നമ്മളുമായിട്ടുള്ള ഒരു ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ ഓണത്തിനാണ് പായസം എപ്പോഴും ഹോളിഡേനിന്നായിരുന്നു. Yes. ക്രിസ്മസിനായിരുന്നപ്പോ കേക്ക് ഹോളിഡേനിന്ന് കൊണ്ട് റാഡിസൺ ബ്ലൂ അവർ രണ്ടുപേരും ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോണു. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീട് ഭയങ്കര രസമുള്ള വീടാണ്. ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ് ഹൗസ്. ഇത്ര വലിയ വീട് എറണാകുളത്ത്, ഞങ്ങളിപ്പോ നിൽക്കുന്ന നമ്മുടെ മെയിൻ എറണാകുളത്ത് ഇത്ര നല്ലൊരു ടൗണിനുള്ളില്, എന്നിട്ട് ഇത്ര വലിയ ഇതുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങേ വരെ ഉണ്ട് വീട്. ബിഗ് ഹൗസ്. 25 വർഷമായത്. ആണോ? 40 ദ്വീപ് ആ ഒരു സമയത്തൊക്കെ. 20 വർഷത്തോളായി. അപ്പൊ ഈ വീടൊക്കെ ഇത്ര ഭംഗിയായിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ ഇത് ആര് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യണേ? സാർ തന്നെയാണോ? അതെന്റെ ഭാര്യ. കംപ്ലീറ്റ് ക്രെഡിറ്റ് അല്ലേ? കംപ്ലീറ്റ് ക്രെഡിറ്റ്. ഓഹോ, അപ്പൊ ഈ ചെടി നന്നായിട്ട് ചെടി ഒരുപാടുണ്ട് പ്ലാന്റ്സ് അല്ലേ? അതെ. ഇതിന്റെ അപ്പുറത്തൊരു ഗേറ്റ് ഉണ്ട്, അവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട്, ആ റോഡിലും ഗേറ്റ് ഉണ്ട്. ആഹാ, അപ്പൊ ഈ വീട്ടിൽ നമുക്ക് അങ്ങനെയും കേറാമോ? അങ്ങനെയും കയറാം. അതായിരുന്നു ആദ്യത്തെ ഗേറ്റ്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താ പിന്നെ ഇതിലൂടെ. ഓ അത് ശരി. അപ്പൊ ഫ്രണ്ട് വശം ഇത് തന്നെയല്ലേ? ഇത് തന്നെയാണ്. അപ്പൊ ആ ബാക്കിലൊരു ഗേറ്റ് ഗേറ്റ് ഉണ്ട്. ഉണ്ട്. അപ്പൊ നിറയെ പൂക്കളും ഉണ്ട്. ഒരു ഹാപ്പി വൈബ് അല്ലേ? അതെ, ശരിക്കും ഭയങ്കര പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ എടുത്തോണ്ട് നിങ്ങളും
കൊണ്ടുവെക്കും. കുറച്ച് കൊണ്ടുപോകും ഞങ്ങൾ എന്തായാലും. പിന്നെ ഇവിടെ കുറച്ചെന്നാലും ഇവിടെ കുറേ ഉണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേശ്ശെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ക്രിസ്മസ് ട്രീ വെക്കാറില്ല? ഉണ്ട്, അകത്തുണ്ട് ക്രിസ്മസ് ട്രീ. ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഞങ്ങളൊന്ന് ഞങ്ങളൊക്കെ ഒന്ന് കുറച്ച് കണ്ടോട്ടെ. വാവ്, അങ്ങനെ നമ്മുടെ മലയാള സിനിമയിലെ എന്താ പറയാ കാർണർ എന്നൊക്കെ പറയാം, അത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള എല്ലാവരും റെസ്പെക്ട് ചെയ്യണ വിനയൻ സാറിന്റെ വീടിനകത്ത് ക്രിസ്മസ് ട്രീ നമുക്ക് കാണാം. കണ്ടില്ലേ? ബ്യൂട്ടിഫുൾ. അടിപൊളി, കൊള്ളാം. സാധാരണ ഞാൻ ചോദിക്കട്ടെ, കുട്ടികളുള്ള വീട്ടിലാണ് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് വെക്കുക. ഇവിടെ ഇപ്പൊ ഞങ്ങൾ കുട്ടികൾ ഇവിടെ ആരും കൊണ്ട് ഞങ്ങൾ ഓരോ ബോക്സ് കൊണ്ട് പോട്ടെ. ഇതാരാ ഡെക്കറേറ്റ്? എന്റെ സണ്ണ് ഇവിടെ അതെന്റെ സണ്ണ് ഇപ്പം ഡയറക്ടർ വിഷ്ണു ഇല്ലേ, പിന്നെ അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ വിധു, അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ ആള്. അപ്പൊ അമ്മയും അവരിവിടെ ഉണ്ടോ? ഇല്ല, അവര് വെളിയില്ല. നിങ്ങളെ വെയിറ്റ് ചെയ്ത് 7:30 മണി ഉണ്ടായിരുന്നു. ഇനി അത്ഭുത ദ്വീപിന്റെ രണ്ടാമത്തെ ഭാഗം വരാൻ പോണു. അത് അടുത്ത ഡിസംബറിലേക്ക് ആയിരിക്കുമോ, അതോ അതും ഈ വിഷു? അത് വലിയൊരു പ്രോജക്റ്റ് ആണ്. ചിലപ്പം സിജുവിനെയോ അല്ലെ നമ്മള് ബിജു മേനോ ഇങ്ങനെ ഒന്നൊരു പ്രോജക്റ്റുകൾ ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞിട്ടായിരിക്കും. അത് മാത്രമല്ല അത്ഭുതദ്വീപ് അതൊരു നമ്മൾ നേരത്തെ ചെയ്തതിന്റെ അന്ന് നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിലല്ലേ, വലിയ ബഡ്ജറ്റിലേക്ക്. മാത്രമല്ല അതിന്റെ ഹീറോ ഇന്ന് വലിയ ഒരു ഹിറ്റ് മാർഗ ഉണ്ണിമൂന്നിനൊരു വലിയ ആശംസയോടെ ഞാൻ ഈ സമയത്ത് നേരുകയാണ്. അയാളൊരു എന്താ പറയാ ഒരു പാൻ ഇന്ത്യൻ ആക്ഷൻ ഹീറോ ആയിട്ട് കേരളത്തിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം അത് ഇച്ചിരി ലേറ്റ് ആവും അത്ഭുതദ്വീപിന്റെ. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ഇട്ട് തന്നെ ആയിരിക്കും സർ ചെയ്യുന്നുണ്ടാവുക, അതോ? അതിന് സെറ്റൊക്കെ ആയിരിക്കും. സെറ്റ് പിന്നെ അതൊരു ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. അതൊരു റോമിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ആനയെ കൊടുത്തയക്കുന്ന സമ്മാനം കൊടുത്തയക്കുന്ന കപ്പൽ പോകുന്നതാണ്. ഇവിടുന്ന് ആനക്കാരനായിട്ടാണ് ഉണ്ണി. അതെ അതെ, ആദ്യമായിട്ട് പറയാ. അതിന്റെ ബാക്കി സ്ക്രിപ്റ്റിംഗും എല്ലാം റെഡിയാണോ? എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. ഷൂട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. അടുത്ത വർഷം എന്തായാലും ഉണ്ടാവും. അതിന്റെ വിശേഷങ്ങൾ ഇനി അറിയാൻ വരാം. അടുത്ത ക്രിസ്മസിന് നമ്മൾ അതിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വരും. താങ്ക് യു സോ മച്ച്. ഇനി ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ക്രിസ്മസിന്റെ കേക്ക് മാത്രമല്ല, തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന നല്ലൊരു മുണ്ടും ഷർട്ടും ഉണ്ട്. അതുകൊണ്ട് പിന്നെ സർ വൈൻ കുടിക്കൂ? ക്രിസ്മസ് ആയിട്ട് കുടിക്കില്ലേ? അപ്പം സർ നല്ലൊരു വില്യംസ് വാക്കിന്റെ നല്ലൊരു വൈനും ഉണ്ട്. ഓക്കെ. Merry Christmas. പയ്യെ അകത്തേക്ക് ചെല്ലാം. ആദ്യം തന്നെ ഈ മൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ്. എന്താണ് ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി? ഹലോ, ഹാപ്പി ക്രിസ്മസ്. രണ്ടുപേരും കൂടെ വാങ്ങിച്ചോളൂ. ഹലോ, എന്താ പറയണു? സുഖം. ഉറങ്ങാറായോ? കിടക്കായിരുന്നോ? ഉറങ്ങണൊക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കണ്ട്. ഇവിടെ നല്ല ഫ്രഷ് ആണ്. അതെ, കിടന്നുറങ്ങും. ഏറ്റവും ഈ വീട്ടില് പഴയതായിട്ട് ഇരിക്കുന്ന ഭക്ഷണം എന്താ ഉള്ളേ? എത്ര ദിവസം പഴയ ഭക്ഷണം ഇരിപ്പുണ്ട്? പിക്കിളോ? വൈൻ? പിക്കിൾ ഉണ്ട്. നമ്മുടെ കിട്ടതാണോ? അപ്പോഴും പോണോ? ഇവിടെ ഇട്ടത് എന്താ ഉള്ള? ഒന്നുമല്ല. പഴയ സാധനങ്ങളൊന്നും ഇല്ല. പഴയ പിക്കിളുള്ളൂ. പക്ഷെ അതിനെ കഴിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് വിശക്കണം. പക്ഷെ പ്രൊഡ്യൂസർക്ക് പഴയ എന്തെങ്കിലും ഭക്ഷണം മതി. അതാണ് ചോദിക്കണേ. എക്സ്പയർഡ് ആയ ഭക്ഷണം മതി എത്ര പുള്ളി? എന്താ കൊടുക്കാൻ? പിക്കിളുണ്ടോന്നാ ചോദിക്കുന്നത്. പിക്കിളും ഇല്ലേ വീട്ടില്? പിക്കിളിന്റെ കുപ്പി വേണോ? ഉപ്പിലിട്ടത്. അതിന്റെ സോറി, ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാറില്ല. ഒന്നുമില്ല ഇല്ലെന്ന്. എന്താ വേണ്ടേ? ഓ, വൈൻ പറഞ്ഞപ്പോഴത്തന്നെ സാന്റ വൈൻ തന്നിരിക്കുന്നു. വില്യംസ് വാക്കിന്റെ ഒരു വൈനാണ് ഞങ്ങളുടെ വക ഒരു ക്രിസ്മസ്, മറ്റൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഇവിടെ കേക്ക് കൊടുത്തു, ഇവിടെ വൈൻ കൊടുത്തു. ഇനി ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്.
യെസ്, ഇനി തൊടുപുഴ മഹാറാണി വെഡിങ് കളക്ഷൻസ് നൽകുന്ന മറ്റൊരു ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പൊ ഇങ്ങനെ തന്നെ ഹാപ്പി ആയിട്ട് ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിയട്ടെ അല്ലേ? ഒരു പാട്ട് പാടൂ. പുത്രൻ പിറന്നു എന്ന് പാടൂ, പാടൂ. കണ്ണും 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 മണ്ണിലൊരു പൈതലായി താഴോട് താഴോട് ദൈവപുത്രൻ പിറന്നുവെന്ന്. വെരി